നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പാലക്കാട് പുതിയ MLA, പുതിയ ബൈ ഇലക്ഷൻ വന്ന് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട MLA ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ കോൺഗ്രസ് നേതാവ്, അയാൾക്കെതിരെ ഒരു ബലാത്സംഗ പരാതി അതല്ലെങ്കിൽ ഒരു പീഡന ആരോപണം, ഗർഭം അത് ഗർഭചിത്രം നടത്തി എന്നുള്ളതൊക്കെ രംഗത്ത് വന്നിരിക്കുകയാണ്. വലിയ ആരോപണം, വലിയ കുറ്റാരോപണമാണ് രംഗത്ത് വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിശബ്ദത പാലിക്കുന്നത് കൊണ്ട് തന്നെ അത് സത്യമാണോ എന്നുള്ളത് ആളുകൾ വിശ്വസിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ആരോപണം കൊണ്ടുവന്നത് മറ്റാരുമല്ല, സിനി ജോയ് എന്ന് പറയുന്ന ഒരു സഖാത്തിയാണ്. ഞാനിവിടെ കാണിച്ചു തരാം. ഈ സിനി ജോയ് എന്ന് പറയുന്ന ഒരു സഖാത്തിയാണ് ഈ ആരോപണം കൊണ്ടുവന്നത്. ഈ സിനി ജോയ് എന്ന് പറയുന്ന ഈ പെൺകുട്ടി സഖാത്തിയാണെന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലായല്ലോ, വേറൊന്നും പറയണ്ടല്ലോ. അവർ കൊടുത്തിരിക്കുന്ന പോസ്റ്റ് എങ്ങനെയെന്ന് അറിയാമോ? എന്നെ പറ്റി പറഞ്ഞു എന്തോ വ്യാജനെന്നോ എന്ന്. എടോ നാണമില്ലേ നിനക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് രാഹുലിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഇല്ലടോ, നിന്നേക്കാൾ നാണമുണ്ട് നിന്നെ വ്യാജ എന്ന് വിളിക്കുന്നതിൽ എനിക്കൊക്കെ. ഒരു പെൺകുട്ടി ഇന്നും ഒരു പരാതി പോലും പറയാതെ നിന്റെ നാവിന്റെ വശീകരണത്തിൽ വീണുപോയി ഇന്നും വേദനയോടെ ജീവിക്കുന്നുണ്ട്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ച നടത്താൻ പോയി ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിലെ ഒരു യുവ പെൺകുട്ടി, ആ ചാനൽ പെൺകുട്ടിയെയാണ് പീഡിപ്പിച്ചതെന്നാണ് ഈ പറയുന്ന സിനി ജോയ് ആരോപണം ഉന്നയിക്കുന്നത്. നിനക്ക് എതിരെ ഒരു അപരാധവും മീറ്റു ആരോപണവും ഉന്നയിക്കാതെ, എടാ നിന്നോളം നാണമില്ലാത്തവനാകാൻ ഒരു മനുഷ്യനും കഴിയില്ല വ്യാജ. ഇവനെ വ്യാജ എന്ന് വിളിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിക്കാൻ കാരണം എന്തെന്നറിയാമോ? ഇവരുടെ ഈ ഭാരവാഹിത്വ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എന്തോ ഒരു വ്യാജ ആധാർ കാർഡുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇവനെ ജയിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് ഇവന് യൂത്ത് കോൺഗ്രസിന്റെ അതിൽ എന്തൊക്കെയോ വ്യാജ ആധാർ കാർഡൊക്കെ ഉണ്ടാക്കി എന്നുള്ള തെളിവ് സഹിതം തെളിയിക്കപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സിനി ജോയ് ഇവന് വ്യാജ എന്ന് വിളിക്കുന്നത്. ആ വാക്ക് വന്നത് കൊണ്ട് ഞാനത് വിശദീകരിച്ചു എന്നേ ഉള്ളൂ. എന്റെ ഈ ആരോപണം തെറ്റാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതിയിൽ പോകാം, എനിക്കെതിരെ കേസും കൊടുക്കാം, ധൈര്യമുണ്ടെങ്കിൽ മാത്രം. അതായത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ, ആ ചാനലിൽ ഒരു പെൺകുട്ടിയെ ഇവൻ ചർച്ചയ്ക്ക് പോയി അവരെ പീഡിപ്പിച്ച് അവർ ഗർഭിണിയാവുന്നു, ആ ഗർഭഛിദ്രം നടത്തുന്നു, അബോർഷൻ നടത്തുന്നു. അത്തരത്തിൽ വളരെ മൃഗീയമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് ഇയാൾക്കെതിരെ. നീ പോകില്ല, പോയാൽ നിന്റെ രാഷ്ട്രീയ ഭാവി അന്നത്തോടെ ശവമഞ്ചമാകും എന്ന് എനിക്കറിയാം. മോനെ രാഹുലെ, FB അക്കൗണ്ട് മാത്രമേ മാറിയിട്ടുള്ളൂ, അവർ പുറത്തു വിടരുത് എന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ട് ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, നിനക്കൊക്കെ എതിരെയുള്ള എല്ലാത്തിന്റെയും തെളിവായിക്കൊണ്ട്. അപ്പോൾ ശരി, ശുഭരാത്രി. ഇങ്ങനെയാണ് ഈ പറയുന്ന സിനി ജോയ് എന്ന് പറയുന്ന പെൺകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് പീഡനത്തിന് ഇരയായിട്ടുള്ള പെൺകുട്ടി ഇവരോട് കൃത്യമായിട്ട് എല്ലാം തുറന്നു പറഞ്ഞെന്നും അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് റിമൂവ് ചെയ്യപ്പെട്ടെങ്കിലും അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ ഇപ്പോഴും കയ്യിലുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഈ സിനി ജോയ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഈ സഹോദരി പറയുന്നത്. അവരുടെ പിക്ചർ ഞാൻ കാണിച്ചു തരാം, പ്രൊഫൈൽ തിരയുന്ന ആളുകൾക്ക് ഇത് എളുപ്പമായിരിക്കും. ഇതാണ് അവരുടെ പ്രൊഫൈൽ, സിനി ജോയ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാണ് ആ സഖാത്തി, ഇവരാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇവരിട്ടുള്ള ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള കമന്റുകൾ, അത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കമന്റുകളാണ്. ഒരുപാട് ആളുകൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായി ഗർഭക്കേസ് എന്നായി ഒരാൾ ചോദിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരനായാൽ കക്കൽ മുക്കൽ പീഡനം വദനസുരം കള്ള് കഞ്ചാവ് എല്ലാം വേണം, അതില്ലാത്തവൻ കോൺഗ്രസ് അല്ല എന്ന് മറ്റൊരാൾ പറയുന്നു. നോക്കൂ, സരിത നായർ എന്ന് പറയുന്ന ഒരു സ്ത്രീ പീഡന ആരോപണമായിട്ട് രംഗത്ത് വന്ന സമയത്ത് കോൺഗ്രസിൽ ആണായി പിറന്ന എല്ലാവറ്റകളുടെയും തെളിവ് സഹിതം തെളിവ് എന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ സരിത ഉന്നയിക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നില്ല. അതിൽ മരിച്ചു പോയിട്ടുള്ള ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് നിഷേധിക്കുകയോ ഇത് അനുകൂലിക്കുകയോ ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ ഒരുപാട് ആളുകളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഇനി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഭാർഗവറാം സ്വാമിജി എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ സത്യാനന്ദ സരസ്വതി സ്വാമിജിയുടെ ആശ്രമത്തിലെ ഒരു സ്വാമിജിയുണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളൊക്കെ ആസ് എ ന്യൂസ് ചാനൽ എന്നുള്ള രീതിയിൽ എനിക്ക് ഫോർവേഡ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ അദ്ദേഹം ഇന്നിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൽ അദ്ദേഹം പേരൊന്നും സൂചിപ്പിച്ചിട്ടില്ല. എന്നിരുന്നാലും അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: യുവ നേതാവ് ചാനൽ അവതാരകയെ ചതിച്ചു പീഡിപ്പിച്ച സംഭവം ഒത്തുതീർപ്പാക്കി
യുവ രാഷ്ട്രീയ നേതാവിനെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തക രക്ഷിച്ചെടുത്തു എന്ന ആരോപണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവരാണ്. നോക്കൂ, ഏഷ്യാനെറ്റിലെ വലിയ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകയുണ്ട്, സിന്ധു എന്ന് വിളിക്കും, സിന്ധു സൂര്യകുമാറിനെ എല്ലാവർക്കും അറിയാം. അത് ഈ സിനി ജോയി ഇട്ട ആ പോസ്റ്റിന് താഴേക്ക് ഇഷ്ടംപോലെ ആളുകൾ പറയുന്നുണ്ട് സിന്ധു സൂര്യകുമാർ ആണ് ഈ കേസ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ പീഡന കേസ് ആ പെൺകുട്ടിയെ പറഞ്ഞു മാറ്റിച്ചുകൊണ്ട് അത് വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്, ഒതുക്കി തീർത്തത് എന്ന ആരോപണവും ശക്തമായിട്ട് ഈ സിനി ജോയി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് താഴേക്ക് വരുന്നുണ്ട്. ആ സ്ത്രീയെ തന്നെയാണ് ഈ പറയുന്ന ഭാർഗവറാം സ്വാമിജിയും സൂചിപ്പിക്കുന്നത്. യുവ നേതാവ് ചാനൽ അവതാരകയെ ചതിച്ച് പീഡിപ്പിച്ച സംഭവം ഒത്തുതീർപ്പാക്കി യുവ രാഷ്ട്രീയ നേതാവിനെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തക രക്ഷിച്ചെടുത്തു എന്ന ആരോപണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവരാണ്. ഇഷ്ടംപോലെ മാധ്യമ പ്രവർത്തകരാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. യുവ നേതാവ് ആരാണെങ്കിലും രക്ഷിക്കാൻ മുൻകൈ എടുത്തത് മുൻനിര മാധ്യമ പ്രവർത്തക എന്ന ആരോപണം ഉയർന്നത് കൊണ്ട് പ്രസ്തുത ചാനലിന് ആരോപണ വിധേയരായവരെ രക്ഷിച്ചേ പറ്റൂ എന്ന സ്ഥിതിയാണ്. ഇല്ലെങ്കിൽ ചാനൽ കൂപ്പുകുത്തും എന്നതിൽ മാത്രമേ സംശയം വേണ്ട. ഈ സാഹചര്യത്തിൽ കേസ് ഒതുക്കി തീർത്ത് വനിതാരത്നങ്ങൾ കൂടുതൽ കുരുക്കിലാവും. നിരവധി പരാതികൾ ഉണ്ടായിട്ടും ഇവർക്ക് സംരക്ഷണം ഒരുക്കുന്ന ചാനൽ മാനേജ്മെന്റും നാറും. അതായത് ചാനൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മറ്റാരുമല്ല, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മുതിർന്ന അതിന്റെ ഏറ്റവും വലിയ മുതലാളി. അതുകൊണ്ട് തന്നെ സിന്ധു സൂര്യകുമാറിനെതിരെ ഇന്നിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ കേസ് ഒതുക്കി തീർത്ത ഒരു അവതാരം എന്നുള്ള രീതിയിൽ തന്നെ പ്രചരണം നടക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ കൃത്യമായിട്ടും വെളിപ്പെടുത്തി കൊണ്ടുവന്ന് പുറത്തെത്തിക്കേണ്ട ഉത്തരവാദിത്തം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJP-യുടെ ഇന്നത്തെ സംസ്ഥാന പ്രസിഡന്റിനുണ്ട് എന്നുള്ളത് അന്നം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാനാവും. കാരണം സിനി ജോയി എന്ന് പറയുന്ന ഈ സ്ത്രീ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് 15-ാം തീയതിയാണ്, കഴിഞ്ഞ 15-ാം തീയതിയാണ് അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അവർ ഇട്ടതിന് ശേഷം 10 ദിവസം കഴിഞ്ഞിട്ട് ഇന്നാണ് ഇത് ഒന്നുകൂടെ ഊർജ്ജസ്വലമായി ചർച്ചയിലേക്ക് വരുന്നത്. ഇനി മറുവശത്ത് ഈ പ്രശ്നം കൃത്യമായി ഹേമ കമ്മീഷൻ പോലെ കത്തിപ്പടർന്നാൽ യുവ നേതാവിന്റെ രാഷ്ട്രീയ ഭാവി മാത്രമല്ല അയാളുടെ പാർട്ടിയുടെ അധികാര ഭാവി തന്നെ ഇതോടെ തുലഞ്ഞു പോകും. അപ്പൊ കോൺഗ്രസിനെതിരെ കൃത്യമായിട്ടും അടിക്കാൻ പറ്റുന്ന തെളിവ് സഹിതം ആ സ്ത്രീയെ രംഗത്ത് കൊണ്ടുവന്നുകൊണ്ട് കേസ് കൊടുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി ഈ കേസ് ഉയർത്തിക്കൊണ്ടുവരാൻ BJP അടക്കമുള്ള അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ളവർ എന്തുകൊണ്ടാണ് നിസ്സംഗത പാലിക്കുന്നത് എന്ന വലിയ ചോദ്യം തന്നെയാണ്. അതിൽ BJP-ക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന ചാനലിനെ ഉള്ളിലെ ആ ചാനലിനുള്ളിലുള്ള ഒരു മാധ്യമ പ്രവർത്തക അതല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീക്കെതിരെയാണ് ഈ പീഡനം നടന്നിട്ടുള്ളതെന്നും അത് തെളിയിക്കേണ്ട ചുമതല രാജീവ് ചന്ദ്രശേഖറിന് ഉണ്ട് എന്നിരിക്കാം, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനുണ്ട് എന്നിരിക്കാം. അത് കൃത്യമായിട്ടും പാർട്ടി തന്നെ രംഗത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് BJP-യുടെ ആ നിസ്സംഗത കൃത്യമായിട്ട് സ്വാമി ഭാർഗവറാംജി സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഗൗരവകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ രാഷ്ട്രീയ മാനങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് പല മുതിർന്ന നേതാക്കളും രക്ഷാപ്രവർത്തനവുമായി സജീവമായത് എന്ന് കേൾക്കുന്നുണ്ട്. അതായത് ഇത് ഒതുക്കി തീർക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമായി മാറി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഭാർഗവറാം സ്വാമിജി പറയുന്നത്. വർഗ താല്പര്യം പരിഗണിച്ച് KUWJ-ക്കോ ഇടതുപക്ഷത്തിനോ BJP-യിലെ ബിസിനസ് താല്പര്യങ്ങൾ ഇല്ലാത്ത നേതാക്കൾക്കോ ഈ വിഷയത്തിലെ നെല്ലും പതിരും വേർതിരിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ അത്തരക്കാർ പോലും ദുരൂഹത നീക്കാൻ ആവശ്യപ്പെട്ട് കാണുന്നില്ല എന്നതും ദുരൂഹമാണ്. ഭാർഗവറാം സ്വാമിജി കൃത്യമായിട്ടും പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർജി അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ട് ഇത് തീർപ്പാക്കണം, ഈ ആരോപണം സത്യസന്ധമാണെങ്കിൽ അത് നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം, അത് രാഹുൽ മാങ്കൂട്ടവുമായി ചേർന്നുകൊണ്ട് ഒതുക്കി തീർക്കുകയല്ല വേണ്ടതെന്ന് ഓരോ ജനങ്ങളും ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഷമീർ ഷാഹുദ്ദീൻ വർക്കല എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തെ ടാഗ് ചെയ്തുകൊണ്ടാണ്. ചർച്ചയ്ക്ക് പോയി ഏഷ്യാനെറ്റിലെ കല്യാണം കഴിക്കാത്ത വനിതാ റിപ്പോർട്ടർക്ക് ഗർഭം അബോർട്ട് ചെയ്ത് പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് സിന്ധു സൂര്യകുമാർ, പിന്നെ ഒഴിവാക്കിയ ഗർഭം പൊളിക്കും. ഇതാണ് ഷമീർ ഷാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഷമീർ ഷാഹുദ്ദീൻ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെയും അതുപോലെ സിന്ധു സൂര്യകുമാറിനെയൊക്കെ ടാഗ് ചെയ്തുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരാളാണ് ഷമീർ TP എന്ന് പറയുന്ന വേറൊരു ഷമീർ. ഈ ഷമീർ TP എന്ന് പറയുന്ന ചങ്ങാതിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെ വരുന്നത് അറിയാമോ? ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന സ്ത്രീയോടാണ് സ്വന്തം അതായത് സിന്ധു സൂര്യകുമാറിനോടാണ് എന്ന് കൃത്യമായിട്ട് പേര് കൊടുക്കാതെയാണെങ്കിലും സൂചിപ്പിക്കുന്നുണ്ട്. സ്വന്തം സഹപ്രവർത്തക രാഷ്ട്രീയ ഉന്നതനാൽ പീഡിപ്പിക്കപ്പെട്ടത് അറിഞ്ഞിട്ടും ആ സ്ത്രീയുടെ കൂടെ നിൽക്കാതെ കഴിഞ്ഞ 1 മാസമായി തുടരുന്ന നിശബ്ദത ആർക്കു വേണ്ടിയാണ്? നോക്കൂ,
ഒരു മാസത്തിന് മുൻപേ ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ സിന്ധു സൂര്യകുമാറാണ് ഇത് ഒതുക്കി തീർക്കുന്നതെന്നും അതും ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലാണ്, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ചാനലാണ് എന്നൊക്കെ പച്ചയ്ക്ക് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. യഥാർത്ഥ സംഭവങ്ങളെ പുനരാവിഷ്കരിച്ച് സംപ്രേഷണം ചെയ്യാൻ പരിചയസമ്പന്നത നേടിയ നിങ്ങൾ ഈ വിഷയത്തിൽ അങ്ങനെയെങ്കിലും ഒരു ശ്രമം നടത്താതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഏഷ്യാനെറ്റും മലയാള മനോരമ, മാതൃഭൂമി ഇവരൊക്കെ നടത്തുന്ന പരിപാടി ഉണ്ടല്ലോ, എന്ത് സംഭവം നടന്നു കഴിഞ്ഞാലും അതിന്റെ ഗ്രാഫിക്സ് ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നടന്നു അങ്ങനെ നടന്നു എന്നൊക്കെ വെളിപ്പെടുത്തുന്നത്. ആ രീതിയിൽ തന്നെ തന്റെ സഹപ്രവർത്തകയ്ക്ക് പീഡനം നേരിട്ടതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ, ഒരു ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് സംഭവം പുറത്തു വിട്ടുകൂടെ സിന്ധു സൂര്യകുമാറെ എന്ന് ഷമീർ TP ചോദിക്കുകയാണ്. ഇനിയുണ്ട്, ധാർമ്മികതയുടെ അളവുകോലുകൾ സ്വന്തം ചാനൽ മുറിയിൽ സൂക്ഷിക്കുന്ന നിങ്ങൾ വേട്ടക്കാരന് വേണ്ടി സമവായത്തിൽ ഏർപ്പെടാൻ അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കുന്നത് മാധ്യമ പ്രവർത്തനത്തിലെ ഏത് പാഠം ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന്, ഏത് നൈതികത ഉപയോഗിച്ചുകൊണ്ടാണ്? എത്ര മൂടി വെച്ചാലും പുറത്തു വരാൻ കഴിയുന്ന ഉഗ്ര ശേഷിയുള്ള സത്യം നിങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടും. നിങ്ങൾ ഒരു സ്ത്രീയല്ലേ? സ്ത്രീകളുടെ ആത്മാഭിമാനത്തെക്കുറിച്ച്, അവരുടെ വേദനയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യങ്ങളില്ലേ? നമുക്ക് RSSനെതിരെയും BJP-ക്കെതിരെയൊക്കെ ഘോരം പച്ച നുണകൾ പടച്ചിറക്കുന്ന സിന്ധു സൂര്യകുമാറിനെതിരെയാണ് ഈ ഷമീർ TP എന്ന ഈ സഹോദരൻ പച്ചയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. അവരുടെ സ്ഥാപനത്തിലെ, അവർ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ ഉള്ളിൽ ഒരു പെൺകുട്ടി പീഡനം നേരിട്ടു, ഗർഭിണിയായി, ആ ഗർഭം അലസിപ്പിച്ചു കളഞ്ഞു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പുറത്തു വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് സിനി ജോയ് എന്ന് പറയുന്ന സഖാത്തി പെൺകുട്ടിയാണ് ഈ വിവരം പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ഒട്ടേറെ മാധ്യമ പ്രവർത്തകർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് വലിയ കോളിളക്കം വരാനിരിക്കുന്ന നാളുകളിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുന്നത് തന്നെയാണ്. ഇനി വാരിയേറുകാരൻ, നമ്മുടെ ചണ്ടീപ് വാരിയേറുകാരൻ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടതിന് പിറകിൽ എന്നുള്ളതും ചിലരൊക്കെ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. കാരണം പാലക്കാട് നിയമസഭാ മണ്ഡലം നോട്ടം വിട്ടുകൊണ്ട് തന്നെ ഊട്ടി വളർത്തിയ, തന്നെ എല്ലാ ആനുകൂല്യങ്ങളും നിന്ന് വളർത്തിയ BJP-യെയും RSSനെയും ഒരു മിനിറ്റ് കൊണ്ട് തള്ളി പറഞ്ഞുകൊണ്ട് തന്റെ പെറ്റമ്മയെയും തന്റെ അല്ലെങ്കിൽ തന്റെ തന്തയെയും വരെ തള്ളി പറയാൻ വരെ താൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് പുറത്തു പോയിട്ടുള്ള ഒരുത്തനുണ്ടല്ലോ. എന്താ മക്കളെ അവന്റെ പേര്? ചണ്ടീവ് വാരിയർ. ഈ ചണ്ടീവ് വാരിയറുകാരൻ തന്നെയാണ് കൃത്യമായിട്ട് ഈ വാർത്ത പുറത്തു വിട്ടുകൊടുത്തിരിക്കുന്നത് എന്ന് അറിയുന്നു. കാരണം അയാൾക്ക് പാലക്കാട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒഴിവ് തനിക്കായിരിക്കും. കസേര നേടിപ്പോയ അവന് കസേര കിട്ടാൻ വേണ്ടി ഈ പറയുന്ന പെൺകുട്ടിയുടെ ഈ പീഡന യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നതും ഞമ്മന്റെ ചണ്ടീവ് വാരിയർ ആണ് എന്നുള്ളത് കൃത്യമായിട്ടും പുറത്തു വരുന്നുണ്ട്. എന്നാലും ഗംഭീര വാർത്തകളാണ്. സരിതാ നായർക്ക് ശേഷം മറ്റൊരു പീഡനം ഈ പറയുന്ന കോൺഗ്രസ് യുവനേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തന്നെ പുറത്തു വരിക. ആ പെൺകുട്ടി ഗർഭിണിയാവുന്നു, അത് ഗർഭഛിദ്രം നടത്തുക എന്നതൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ്. നിയമത്തിന് കീഴിൽ തന്നെ ജയിൽ ശിക്ഷ കിട്ടുന്ന വലിയ ക്രിമിനൽ ആക്ടിവിറ്റീസ്, ക്രിമിനൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും പാലക്കാടിൽ ഇലക്ഷൻ വരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിയും ഇനി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ഭരണം പിടിക്കുമെന്ന ആഗ്രഹത്തോടെ നടക്കുന്ന, മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ച് നടക്കുന്ന ഒരുപാട് കോൺഗ്രസ്സുകാർക്കും 8ന്റെ അല്ല 800ന്റെ പണിയാണ് കിട്ടിയതെന്ന്, ഈ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ കിട്ടിയതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.